ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തരുന്നത്, നമ്മൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൗണിലുള്ള ഏതെങ്കിലും ഇതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ക്യാഷ് നഷ്ടം വരുന്നുണ്ട്. കാരണം അവരും അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മളെ ക്യാഷ് അവർ പറയുന്നത്, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് PC യിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു നിങ്ങളൊരു പേജിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് റീഡയറക്റ്റ് ആവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റ ഐഡി പ്രൊവൈഡ് ചെയ്യുന്നത്, സോ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് നമ്മളുടെ ഫ്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ ആ സിറ്റി നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെഷൻ 2 നിങ്ങൾ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാനിപ്പം കോഴിക്കോട് ബാംഗ്ലൂരാണ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഡേറ്റ്, അതായത് നിങ്ങൾ എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡേറ്റും കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് കൊടുക്കാം സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാനിവിടെ ഏപ്രിൽ 1-ാം തീയതി സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും റീഡയറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ള ബസ്സും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വ്യൂ ബസ്സസ് എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും റേഞ്ച് വരുന്നത് 474 രൂപ മുതൽക്ക് തുടങ്ങുന്ന 1091 രൂപ വരെയുള്ള ബസ്സുകൾ അവൈലബിൾ ആണ് KSRTCയിൽ. അപ്പം ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുന്ന ടൈമും അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ടൈമാണ് നിങ്ങൾക്ക് ബെറ്ററായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തോന്നുന്നത് ആ ഒരു ടൈം നിങ്ങളിവിടെ ആ ഒരു ടൈമിൽ വരുന്ന ബസ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെടുന്ന ഒരു ബസ്സുണ്ട്. സ്വിഫ്റ്റ് ഗരുഡ ബസ്സാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബസ്സാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. ഓക്കെ, നൈറ്റ് 8 മണിക്കാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ ബസ്സിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. ഈ ഒരു ബസ്സിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ ഒരു റിവ്യൂസാണ് അത്. കാരണം നമുക്ക് ഈ ബസ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബസ്സിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പോളിസീസ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ക്യാൻസലേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു 3 ഡേയ്സ്, അതായത് 3 ഡേയ്സിൻ്റെ മുമ്പ് നമ്മൾ ക്യാൻസലേഷൻ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി വരുന്നത് 0% ആണ്. സോ നിങ്ങൾ 48 to 72 ഹവേഴ്സിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ 10% പെനാൽറ്റി പോകുന്നതായിരിക്കും. അത് നമ്മളെ ഫീ എത്രയാണോ, ഇപ്പോൾ 863 രൂപയാണ് ഒരു ടിക്കറ്റിന് എമൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ 10% നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ, എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനി ജസ്റ്റ് എവിടെ എന്ത് ചെയ്യണം, നമ്മൾ സീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനവിടെ സീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലോഡായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട സീറ്റുകൾ ഏതാണോ അത് നിങ്ങൾക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഏതൊക്കെ സീറ്റാണ് വേണ്ടത് വെച്ചാൽ ആ ഓരോ സീറ്റിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മങ്ങി കിടക്കുന്നുണ്ടല്ലോ അത് ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുള്ള സീറ്റാണ്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഈ ഒരു വയലറ്റ് കാണിക്കുന്നത് ഫീമെയിൽ സീറ്റാണ്, ഫീമെയിൽ മാത്രമേ അവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ആയിട്ട് കാണിക്കുന്നത് അവിടെ ഒരു മെൻസ് മാത്രം ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പിക്കപ്പ് പോയിന്റ് 2 സ്ഥലമാണ് വരുന്നത്. അതിനുശേഷം ഡെസ്റ്റിനേഷൻ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടും സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 സീറ്റാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് 3800 സംതിങ് രൂപയാണ് വന്നിട്ടുള്ളത്, അല്ല 3400 സംതിങ് രൂപ. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. 29, 30, 34, 33. ഓക്കെ, അപ്പം നമുക്ക് ഡെസ്റ്റിനേഷൻ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ട്രാവലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴത്തോടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ പെർസെൻറ്റേജിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സീറ്റ് നമ്പർ 29 ആരാണോ ആ ഒരു വ്യക്തിയുടെ നെയിം ടൈപ്പ് ഹെയർ എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏജ് എൻ്റർ ചെയ്ത് കൊടുക്കാം. മെയിൽ ആണെങ്കിൽ മെയിൽ കൊടുക്കാം, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ 4% ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം താഴത്തായിട്ട് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അവിടെ ഇമെയിൽ ഐ ഡി മറക്കാതെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇമെയിൽ അയക്കുമായിരിക്കും അവിടെ നമ്മളെ സീറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിൻകോഡ് ആൻഡ് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് GSTയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് എമൗണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വ്യൂ എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ല നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് പറ്റുന്നതായിരിക്കും. EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബജാജ് കാർഡോ അല്ലാണെങ്കിൽ മറ്റുള്ള ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവഴിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായി തോന്നുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ, അതുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അതുപോലെ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു QR കോഡ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് 100% സക്സസ്ഫുൾ ആവുകയും നിങ്ങളുടെ സീറ്റ് റിസർവേഷൻ സക്സസ്ഫുൾ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ശേഷം ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ ബുക്കിംഗ് ഈസ് സക്സസ്ഫുൾ എന്ന് ഇതുപോലെ നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 3620 രൂപയാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റ് ഇവിടെ ഓൾറെഡി ബുക്കായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് സൈറ്റുകളുണ്ട്, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് നൽകുന്നത് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളിലേക്ക് നമ്മൾ യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.